നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഡൽഹി വീണ്ടും സമരഭൂമി. അധികാരത്തിനെതിരായ പ്രതിഷേധം, രാഷ്ട്രീയ ശക്തി പ്രകടനം, അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം. ജനാധിപത്യത്തിന്റെ ശക്തിയോ അതോ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമോ? ഡൽഹിയിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശയെ സ്വാധീനിക്കുമോ? പ്രതിപക്ഷം ദുർബലമായ സമയത്ത് രാഷ്ട്രീയ ശൂന്യത നികത്താൻ സിവിൽ സമൂഹമോ ജനകീയ സംഘടനകളോ മറ്റേതെങ്കിലും കൂട്ടായ്മകളോ രംഗത്തിറങ്ങുന്നത് പ്രതിപക്ഷം ചെയ്യേണ്ട ജോലി മറ്റാരോ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സൂചന. വൈകിയാണെങ്കിലും കോൺഗ്രസ് സമരമുഖത്തേക്കെത്തി. ഇനി ചോദ്യം ഒന്ന് മാത്രം: കോൺഗ്രസിന് പിന്നിൽ മുഴുവൻ ഇന്ത്യ സഖ്യവും അണിനിരക്കുമോ? അതോ ഓരോ കക്ഷിയും സ്വന്തം രാഷ്ട്രീയ കണക്ക് നോക്കി അകലം പാലിക്കുമോ? ഈ സമരം BJPക്കെതിരായ ദേശീയ പോരാട്ടത്തിന്റെ തുടക്കമാണോ? അതോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിനുള്ള ശ്രമം മാത്രമോ? വൈകിയെത്തിയ കോൺഗ്രസിന് നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുമോ? അതോ സഖ്യകക്ഷികളുടെ പിന്തുണ നേടുന്നതിൽ വെല്ലുവിളിയുണ്ടോ? CJPയുടെ സമരമുഖത്ത് നേട്ടം കൊയ്ത് ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് ഹിറ്റാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. നീറ്റ് വിഷയത്തിൽ CJP തുടങ്ങിയ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്ന് BJP ആരോപിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പാർലമെന്റ് നടക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിന്റെ സമരം ഏറ്റെടുക്കൽ അത് വിജയിക്കുമോ? കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലോ? ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സിബി സത്യൻ എന്നിവർ ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? ഡൽഹിയിലെ സമരം, ആദ്യം CJP തുടങ്ങിയ സമരം, വൈകിയാണെങ്കിലും കോൺഗ്രസ് ആ സമരമുഖത്തേക്ക് വരുന്നു. എന്തായി തീരും എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ, പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ കേന്ദ്ര സർക്കാർ? CJP ഉഴുതും മറിച്ചിട്ട ഒന്നാന്തരം നിലത്തേക്ക് കോൺഗ്രസ് വിത്ത് എറിഞ്ഞ് വിളയിറക്കിയിരിക്കുകയാണ്. അതിൻ്റെ ടൈമിങ് വളരെ പ്രധാനമാണ്. പാർലമെൻറ്റ് സമ്മേളനം കൂടുന്നു, അതിന് തൊട്ട് മുമ്പ് CJP നിരാഹാര സമരവുമായി വരുന്നു. ആ സമയത്തെങ്ങും കോൺഗ്രസിനെ കാണാനേ ഇല്ല. രാഹുൽ ഗാന്ധി തന്നെ എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു ഊഹവുമില്ലായിരുന്നു. പെട്ടെന്ന് നാടകീയമായി കോൺഗ്രസ് പാർട്ടി രംഗത്തേക്ക് വരികയാണ്. വളരെ 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 ഒരു പൂർണ്ണമായ ഡ്രമാറ്റിക് ഒരു ടേൺ അറൗണ്ടിലാണ് കോൺഗ്രസ് അതിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയിരുന്നത് എങ്കിൽ ഈ രീതിയിൽ ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. കാരണം ഒരു സ്പെൻഡ് ഫോഴ്സ് എന്ന നിലയിൽ ഒരു പുതുമയൊന്നുമില്ല. ഇവിടെ CJP എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ ഇതര ഒരു കൂട്ടായ്മയാണ്. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഒരുമിച്ച് വന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ, അതിനൊരു ഭൗതിക രൂപം വരികയുണ്ട്. പാർട്ടി ആയിട്ടില്ല എങ്കിൽ പോലും ഒരു ഭൗതിക രൂപം വരുന്നു. പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിയോജിപ്പാണ് യുവജനങ്ങളുടെ ഒരു മുഖമുദ്ര. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് മാറി നിന്നു. കളം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് ചാടി ഇറങ്ങിയാണ്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നു. ഇവിടെ എവിടെയായിരുന്നു കോൺഗ്രസ്? ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ത്യ മുന്നണി കക്ഷികൾ ഇത്രയും അമാന്തിക്കേണ്ടതുണ്ടോ? ഒരു ചോദ്യം. ഇനി രണ്ട്, CJP എന്തുകൊണ്ട് ഇത്രയും കാലം മറ്റ് കക്ഷികളെ അകറ്റി നിർത്തി? ഇനി CJPയുടെ പന്തലിലേക്ക് വന്ന പലരും തീവ്ര റാഡിക്കൽ ഇടതുപക്ഷക്കാരാണ്. ഐസ പോലെയുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയ വിഭാഗങ്ങളുണ്ട്, SFI ഉണ്ട്, ASF ഉണ്ട്. ഇടത് വിഭാഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എക്കാലത്തും. ഇവിടെ കോൺഗ്രസ് ഈ സമരത്തിലേക്ക് വന്നത് CPM വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷം തുറന്നു കിട്ടുകയാണ്. ഇപ്പോൾ എല്ലാ കണ്ണുകളും രാഹുൽ ഗാന്ധിയിലേക്കാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വലിച്ചിഴക്കപ്പെട്ടു. അതുമാത്രമല്ല ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് പാർലമെൻറ്റിൽ ഒരു ചർച്ച നടത്താനുള്ള ഒരു സന്നദ്ധത ഗവൺമെൻറ് പറയേണ്ടി വന്നു. അതുമാത്രമല്ല CJPയുടെ കുട്ടികളുമായി ചർച്ച ചെയ്യാനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറായിരിക്കുന്നു, വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്നത് ഒരുപക്ഷെ കീറാമുട്ടിയായി നിന്നേക്കാം. അക്കാര്യത്തിൽ കടന്നുപോയി. BJPയെ സംബന്ധിച്ചിടത്തോളം ചില കാൽക്കുലേഷൻ പെശകുകൾ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഈ സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു.
കണക്ക് കൂട്ടലിൻ്റെ പെശകാണ്. കാരണം ഈ രീതിയിൽ സമരം നീങ്ങും എന്ന ഒരു പ്രതീക്ഷയും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്കോ പ്രധാനമന്ത്രിക്കോ മന്ത്രിസഭയിലെ ആർക്കും ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ട് ഈ പാറ്റാക്കൂട്ടത്തിൻ്റെ ഒരു പ്രക്ഷോഭത്തെ തുച്ഛീകരിച്ച് കണ്ടു അവർ. അത് കോൺഗ്രസും അങ്ങനെ തന്നെയാണല്ലോ കണ്ടതല്ലേ, അതുകൊണ്ടാണല്ലോ വൈകി ഈ സമരമുഖത്തേക്ക് വന്നത്. അതുമാത്രമല്ല, ഈ കോൺഗ്രസ് ഇപ്പോൾ സമരമുഖത്തേക്ക് വന്നത് അത് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. അത് എതിർപ്പെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വന്നതിലല്ല, ഒറ്റയ്ക്ക് കോൺഗ്രസ് ഈ സമരമുഖത്തേക്ക് വന്നു എന്നതാണ്. അതായത് ഒറ്റയ്ക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തി. അതാണല്ലോ ഈ വിമർശനത്തിന് കാരണമായി വരുന്നത്. രണ്ട് കക്ഷികൾ, സമാജ്വാദി പാർട്ടി ലേശം കലിപ്പിലാണ്. കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ അവശേഷിക്കുന്ന അഖിലേഷ് യാദവ് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പാർലമെന്റിൽ ചർച്ച നടത്താൻ സമയം വന്നപ്പോൾ കോൺഗ്രസിനും ബി ജെ പിക്കും മാത്രം ചർച്ചയ്ക്കുള്ള അവസരം എന്നാദ്യം പറഞ്ഞപ്പോൾ കർശനമായ സമാജ്വാദി പാർട്ടി അതിനെ എതിർത്തു. അതൊരു കാര്യം. രണ്ട്, കോൺഗ്രസ് ഇത് ഹൈജാക്ക് ചെയ്യുന്നുവോ എന്നൊരു ചിന്ത പല ഘടകകക്ഷികൾക്കുമുണ്ട്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്നലെ ഈ ജന്മദിനാഘോഷം നടന്നു. അതും അവസാന നിമിഷം തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ്. അതിനുശേഷം 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് എം പിമാർ മാത്രമാണ് മാർച്ച് ചെയ്തത്. അവിടെ ഘടകകക്ഷികളുടെ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ എം പിമാർക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഏകപക്ഷീയമായി ഒരു മുഖമായി വരികയാണ്. അത് മാത്രമല്ല, ഈ ഡൽഹിയിലെ എന്തൊക്കെ പറഞ്ഞാലും ഇന്റലിജൻസ് വൃത്തങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നടത്തിയത്. കോൺഗ്രസിൽ നിന്ന് സമീപകാലത്ത് കണ്ട ഏറ്റവും തന്ത്രപരമായ നീക്കം അല്ലേ? യാതൊരു രീതിയിലും അതിനെ വില കുറച്ച് കാണേണ്ടതില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ മുൻകൂട്ടി അനൗൺസ് ചെയ്തിരുന്നു, ഘടകകക്ഷികളെല്ലാം വിളിച്ചുകൂട്ടി വലിയ ദർബാർ നടത്തി ആലോചന നടത്തിയിരുന്നു എങ്കിൽ തീർച്ചയായും മാധ്യമങ്ങൾ അറിയുമായിരുന്നു. അത് ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് ഒരു എം പിയും അവിടെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ വരില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ആ ഒരു നിഗൂഢത ഗുണമായി വന്നു കോൺഗ്രസിന്. പക്ഷേ അവിടെയും ഘടകകക്ഷികളെ ഒരുമിച്ചൊരു ഫ്ലോർ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ തന്നെ ഈ മിഷൻ 360 എന്ന പദ്ധതിയുമായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ പൂർണ്ണമായി തിരിക്കാൻ കഴിഞ്ഞ 2 ദിവസത്തെ പ്രകടനങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് അതിന്റെ ബാക്കി. മിഷൻ 360 അവിടെ നടക്കുന്നുമുണ്ട്. ശരത് പവാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 360യിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നൊരു തോന്നലും ഉണ്ടാവുകയാണ്. സമരക്കാർക്കിടയിലേക്ക് സുപ്രിയ സുളെ, ശരത് പവാറിന്റെ പ്രിയപുത്രി സുപ്രിയ സുളെ വരുന്നു എന്നത് ഒരു കോൺട്രാസ്റ്റിംഗ് സിഗ്നൽസ് ആണ് വരുന്നത്. 2 വള്ളത്തിൽ ഇപ്പോൾ കാലുകുത്തുന്ന ഒരു നിലയിലാണ് എൻ സി പിയുടെ രാഷ്ട്രീയ പ്രസക്തി പോലും മഹാരാഷ്ട്രയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതി ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്കും അതേ ഒരു ഗതി തന്നെയാണ്. ഇപ്പോൾ 2 NCPകളും യോജിക്കുകയും 2 ശിവസേനകളും യോജിക്കുകയും ചെയ്താൽ, ഇതെല്ലാം തന്നെ NDA മുന്നണിയുടെ ഭാഗമാകുകയും ചെയ്താൽ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ നുകരാൻ കഴിയും എന്ന പ്രായോഗിക ചിന്ത കോൺഗ്രസ് മാത്രമാണ് മഹാരാഷ്ട്രയിൽ മറുപക്ഷത്ത്. നോക്കൂ, കോൺഗ്രസിൻ്റെ തെരുവിൽ മഹാരാഷ്ട്രയിൽ ഇന്ന് പല ഏറ്റുമുട്ടലും നടന്നു. BJP ഓഫീസുകളിലേക്ക് കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഓഫീസുകളിലേക്ക് BJPയും മാർച്ച് നടത്തുന്ന കണ്ടു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി റീഗ്രൂപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കാരണം ഘടകകക്ഷികളുടെ ഭാരത്താൽ ബുദ്ധിമുട്ടുന്ന കോൺഗ്രസ് പാർട്ടി ലേശം ഭാരം മാറ്റിവെച്ചിട്ട് തങ്ങളുടേതായ ഒരു ഇടം മഹാരാഷ്ട്രയിലെങ്കിലും കണ്ടെത്താനാവുമോ എന്ന ചിന്തയിലുമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നൊരു സന്ദേശം ഇതിനകത്തുണ്ട്. രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി തന്റെ പ്രസക്തി തിരിച്ചു പിടിക്കുന്നു, താൽക്കാലികമെങ്കിൽ പോലും തിരിച്ചു പിടിക്കുന്നു എന്ന നിരീക്ഷണം. ശ്രീ ഷാബു പ്രസാദ്, രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ്, രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു കഴിഞ്ഞ 1 മാസത്തിലേറെയായിട്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ് എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് അക്കാര്യം പറഞ്ഞല്ലോ, താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? അത് അല്ല, ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരാറുണ്ടല്ലോ. നമ്മൾ എത്രയോ നാളായിട്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ് ഇങ്ങനെ റെഗുലറായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഓരോ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പും അദ്ദേഹം ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്താറുണ്ട്. അങ്ങനെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇനിയും അനുസ്യൂതം തുടരും. അങ്ങനെ ഭാവിയിലേക്കും അദ്ദേഹത്തിന്റെ അനേകം തിരിച്ചുവരവുകളാൽ നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രീയം സമ്പന്നമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല രാഹുൽ ഗാന്ധിയുടെ ഈ തിരിച്ചുവരവിന്റെ കാര്യത്തിൽ. അല്ല, ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും പിന്നെ CJP എന്ന സംഘടനയും ഇവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ, അതിലെ ന്യായാന്യായങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, ഇവിടെ ഒരു നീറ്റ് പരീക്ഷ നടന്നു. ആ നീറ്റ് പരീക്ഷയിലെ പരീക്ഷ പേപ്പർ ചോർന്നു. ഇത് സത്യമാണ്. ഇത് ആരെങ്കിലും പൊക്കിക്കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്തി പുറത്തുവിട്ടതാണോ? അല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സർക്കാർ ഏജൻസി തന്നെയാണ് ഇത് കണ്ടെത്തിയതും ഇത് പറഞ്ഞതും.
ഈ പരീക്ഷയിൽ ഇങ്ങനെ ക്രമക്കേട് നടന്നിട്ടുണ്ട്, പരീക്ഷാ പേപ്പർ ലീക്കായിട്ടുണ്ട്, ഇതാ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് തന്നെ. അത് ഗവൺമെൻറ് തന്നെ നേരിട്ട് പറഞ്ഞതാണത്. അത് കഴിഞ്ഞ് വളരെ ഫുൾ പ്രൂഫായിട്ട് കമ്പ്യൂട്ടർ എൻക്രിപ്റ്റഡ് ആയിട്ട് വീണ്ടും ആ പരീക്ഷ നടത്തി അതിൻ്റെ റിസൾട്ട് വന്നു. അലൊക്കേഷനുമായി ഇപ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതി പാസ്സായി. 11 ലക്ഷത്തോളം കുട്ടികൾ അതിൻ്റെ അകത്ത് ക്ലിയർ ചെയ്തു. പക്ഷേ 21 വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിലേക്കാണ് നയിച്ചത്. അവര് ബിസിയാണ്. താങ്കൾ ലാഘവത്തോട് കാണുകയാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇനി ഒരു കാര്യമുണ്ട്. ഇല്ലല്ലോ, അല്ല നമ്മുടെ നാട്ടിലെ ഈ കടുത്ത ഈ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനിൽ, അതായത് ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മുടെ നാട്ടിൽ SSLC പരീക്ഷ കഴിയുമ്പോഴും ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കഴിയുമ്പോഴും ഇതുപോലെ വളരെ നിർഭാഗ്യകരമാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്. അവരുടെ മേലുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് മാതാപിതാക്കളും ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ സമൂഹവും എല്ലാം കൂടെ കഴിഞ്ഞാൽ ആ സമ്മർദ്ദത്തിന്റെ പുറത്ത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇവിടെ പരീക്ഷ നടത്തിപ്പുകാരുടെ സമ്മർദ്ദം കാരണമാണ്, അല്ല പരീക്ഷ നടത്തിപ്പുകാരുടെ തെറ്റ് കാരണമാണ് ഈ ആത്മഹത്യ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം തലപ്പത്തിരിക്കുന്നവർക്കുണ്ട്. അതാണ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടത്. അന്ന് ആ ഒരൊറ്റ ആവശ്യമായിരുന്നു. അത് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഈ പ്രക്ഷോഭം ഇത്ര കണ്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. അല്ല, അതായത് ഇന്ത്യയിലെ ഈ പരീക്ഷാ ക്രമക്കേട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരീക്ഷയിലെ ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ 2020 വന്ന അത്ഭുത പ്രതിഭാസമൊന്നും അല്ല. ഇവിടെ ഞാൻ എണ്ണി പറഞ്ഞു തരാം. അതായത് 2004 CBSE ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എക്സാമിനേഷന്റെ പേപ്പർ ചോർന്നു. 2006 CBSE 12th സ്റ്റാൻഡേർഡിന്റെ അക്കൗണ്ടബിലിറ്റി പേപ്പർ ചോർന്നു. അക്കൗണ്ടൻസി പേപ്പർ ചോർന്നു. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് പേപ്പർ ചോർന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റിന്റെ പേപ്പർ ചോർന്നു. 2011 UPയിലെ എഞ്ചിനീയറിംഗ് എക്സാമിനേഷന്റെ പേപ്പർ ചോർന്നു. 2012 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ എൻട്രൻസ് എക്സാമിനേഷന്റെ പേപ്പർ ചോർന്നു. 2013 മഹാരാഷ്ട്ര ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പേപ്പർ ചോർന്നു. 2013 രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ ചോർന്നു. 2013 രാജസ്ഥാൻ PSCയുടെ പേപ്പർ ചോർന്നു. 2014 CBSEയുടെ മാത്സ് എക്സാമിനേഷന്റെ മാത്സിന്റെയും എക്കണോമിക്സിന്റെയും പേപ്പറുകൾ ചോർന്നു. ഇവിടെ എത്ര പേര് രാജിവെച്ചു മഞ്ജുഷേ? അതിന് എന്ത് കറക്റ്റീവ് മെഷർ ഉണ്ടായി ഇവിടെ? അതായത് ഈ നാട്ടിലെ കാര്യം, ഈ പറയുന്ന ആൾക്കാർ കോൺഗ്രസ്, അവർ ദേ ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് പേപ്പർ ലീക്ക്. ഇതാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, ആ കാലത്തെ ആ പരീക്ഷ നടത്തിപ്പ് അതിപ്പോഴും തുടരുകയാണ്. അപ്പോൾ അന്ന് ഇതൊന്നും കണ്ടില്ലേ? ഇപ്പോൾ ഇങ്ങനെ നടന്നത് അത് വലിയ അത്ഭുതമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അല്ലല്ല അറിഞ്ഞേ, ഇത് നമ്മുടെ എക്സാമിനേഷൻ സിസ്റ്റം, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സിസ്റ്റം, അതൊരു ഹ്യൂജ് മെഷീനറിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് കാര്യം. അതിൻ്റെ അകത്ത് കാലാകാലങ്ങളായിട്ട് ഇത്രയും കാലം കൊണ്ട് കടന്നുകൂടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മളത് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്? നീറ്റ് എക്സാമിനേഷന്റെ പേപ്പർ ചോർന്നു. സംഭവം വീണ്ടും കമ്പ്യൂട്ടർ എൻക്രിപ്റ്റഡ് ആയിട്ട് വീണ്ടും പരീക്ഷ നടത്തി. അടുത്ത വർഷം മുതൽ ടോട്ടലി പേപ്പർലെസ് ആയിട്ടുള്ള 100% ഓൺലൈൻ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അത് തീരുമാനമെടുത്തു കഴിഞ്ഞ് നിയമമാക്കി കഴിഞ്ഞ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ മെച്ചപ്പെടുത്തുന്നത്, നന്നാക്കുന്നത്. അവിടെയും ചിലപ്പോൾ പാകപ്പിഴകൾ സംഭവിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹ്യൂജ് സിസ്റ്റത്തിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. ഈ പേപ്പർ ചോർച്ചയുടെ തന്നെ എങ്ങനെയാണ് സംഭവം? ഇത് ആദ്യം ഒരു പേപ്പർ ചോർന്നത് എവിടെ നിന്നാണ്? ഝാർഖണ്ഡിൽ നിന്നാണ്. ഝാർഖണ്ഡ് ഭരിക്കുന്നത് ആരാണ്? അവിടുത്തെ ലോക്കൽ പോലീസ് പക്ക മോഷണമാണ് അതിന്റെ വോൾട്ടിൽ നടന്നത്. SBIയുടെ വോൾട്ടിൽ നിന്ന് നടന്നത്, SBIയിലായിരുന്നത്. പിന്നെ കെമിസ്ട്രി പേപ്പർ ചോർന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് പ്രാദേശിക ഭാഷയിലേക്ക് ഈ എക്സാമിനേഷൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു അധ്യാപകൻ, അയാള് ഒരു കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ട് രാജസ്ഥാനില്. ആ കോച്ചിങ് അയാളാണ് ആ പേപ്പർ ചോർത്തിയത്. ഇതിന്റെ അകത്ത്
ഇപ്പം ധാർമ്മികമായിട്ട് ഞാൻ പറയാം, ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനും പ്രധാനമന്ത്രിക്കും ഒക്കെ ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെന്താമര എന്ന് പറഞ്ഞ ആ ഒരു കൊടും കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അയാൾ ചെയ്ത ക്രൂരകൃത്യത്തിന് നാട്ടിലെ ആഭ്യന്തരമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിച്ചാലുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ? ഉണ്ട്. അല്ല, ഞാനതല്ല പറഞ്ഞത്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു പക്ക കുറ്റകൃത്യമാണ്, ഒരു ക്രൈമാണത്. അത് വളരെ ഈ ഏജൻസി തന്നെ, ഗവൺമെന്റ് തന്നെ ഇത് കണ്ടെത്തി, ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ നടന്നു എന്ന്. ഗവൺമെന്റ് ഇത് മിണ്ടാതെ മൂടി വെച്ചിരുന്നെങ്കിൽ ഒരു കുഞ്ഞു ഇതറിയില്ലായിരുന്നു മഞ്ജുഷേ, ഒരു കുഞ്ഞു ഇതറിയില്ലായിരുന്നു. ആരും അറിയാതെ ഇങ്ങനെയായിരുന്നു ഈ നാട്ടിൽ നടന്നിരുന്നത്. ഓരോ പേപ്പർ ചോരുമ്പം ഏതെങ്കിലും രീതിയിൽ പുറത്തു വരികയോ, മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ പണ്ടൊക്കെ പേപ്പർ. അപ്പോൾ ഒരു ചോദ്യപേപ്പർ മോഷണത്തെ ഇത്ര വലിയ അല്ല, ചോദ്യപേപ്പർ മോഷണത്തിനെതിരായ ഒരു സാധാരണ ഒരു എന്താണ് പറയുന്ന ഒരു പരാതി, അതിനെയാണ് ഇത്രയും വലിയ സമരവും പ്രക്ഷോഭവുമാക്കി മാറ്റിയത് എന്നാണ് താങ്കളുടെ ഒരു നിലപാട്. അത് രാജ്യത്തിനെതിരായ ഒരു സമരം എന്ന രീതിയിൽ പോലും ബിജെപി വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ല, അത് മാത്രമല്ല, നിൽക്കോ അതെ അതായത് ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ നടക്കുന്ന സമരം, ഇപ്പൊ ഇവിടെ ഈ സമരം അല്ലേ, അവിടെ ഈ നീറ്റ് പരീക്ഷയായിട്ട് എത്ര കുട്ടികൾ അവിടെ ഉണ്ട്? ഈ പരീക്ഷ എഴുതിയവരോ അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ളവരോ ഉണ്ടായിരുന്നു? ആത്മഹത്യ ചെയ്തവരുടെ മാതാപിതാക്കൾ പോലും ഉണ്ടായിരുന്നു. മഞ്ജുഷ ആർട്ടിക്കിൾ 370 ഒക്കെ ആർട്ടിക്കിൾ 370 ഒക്കെ എങ്ങനെയാണ് മഞ്ജുഷ ഈ സമരത്തിന്റെ വിഷയമാകുന്നത്? ഈ സമരവേദിയിൽ എങ്ങനെയാണ് രാമക്ഷേത്രവും ഹിന്ദുത്വവും ഒക്കെ വിഷയമാകുന്നത്? എങ്ങനെയാണ് ഇത് വന്നത്? ഇതൊക്കെ കാണുമ്പം നമുക്ക് ആർക്കാണ് ഈ നാട്ടിൽ മനസ്സിലാവാത്തത്? ഇതൊക്കെ മനസ്സിലാവാത്തത്? ഇതെന്താണ് ഇതിന്റെയൊക്കെ താല്പര്യം എന്നുള്ളത്? എന്നിട്ടും ശരി, നിങ്ങൾക്ക് സമരം ചെയ്യുക എന്നുള്ളത് ഈ നാട്ടിലെ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ സമരം ചെയ്തോളൂ. ആരെങ്കിലും പറഞ്ഞോ സമരം ചെയ്യേണ്ടെന്ന്? അനുവാദം മേടിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് സമരം ചെയ്യാനുള്ള അനുവാദം. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എന്തെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇവരുടെ ഉദ്ദേശം ഇവിടെ ഒരു ക്രമസമാധാനം, ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കുക, ഒരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്യുക, ലോകശ്രദ്ധ ആകർഷിക്കുക, അതിൻ്റെ അകത്തൂടെ ഈ ഇവരുടെ രാജ്യവിരുദ്ധ അജണ്ടകൾ നടപ്പാക്കുക. പരീക്ഷ കഴിഞ്ഞ് പിള്ളേർ പഠിക്കാൻ പോകാറായിരുന്നേ. ശരി, ഞാൻ ഇടപെടുകയാണ്. സിബി സത്യൻ, അതായത് ഒരു രാജ്യവിരുദ്ധ പ്രക്ഷോഭം എന്ന രീതിയിലാണ് ബിജെപി ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ പല നിരീക്ഷകനായ ഷാബു പ്രസാദും പറയുന്നത് സമാനമായ കാര്യം തന്നെയാണ്. അതായത് ഒരു ചോദ്യപേപ്പർ മോഷണമാണ് നടന്നത്. അത് സർക്കാർ തന്നെ അത് കണ്ടുപിടിച്ചിരുന്നു, ആ ഏജൻസിക്ക് തന്നെ അത് ബോധ്യമായിരുന്നു. അവിടെ നടപടിയും ഉണ്ടായി, വീണ്ടും പരീക്ഷ നടത്തി, ഇപ്പോൾ കുട്ടികൾ പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സമരം നടത്തുന്നത് ദേശവിരുദ്ധ ശക്തികൾ എന്നാണ് വ്യാഖ്യാനം. ശ്രീ സിബി സത്യൻ. മഞ്ജുഷി, ദേശവിരുദ്ധ ശക്തികൾ സമരം നടത്തുന്നു എന്ന് പറയുന്ന ആരോപണം കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് ബി.ജെ.പി. അധികാരത്തിലെത്തിയ കാലം മുതൽ ഇവർ പറയുന്ന ഒരു സ്ഥിരം നറേറ്റീവാണ്. അതായത് എന്താ പറയുന്നത്, മാരകമായിട്ടുള്ള ഒരു രാജ്യസ്നേഹത്തെ, നാരോ രാജ്യസ്നേഹത്തെ ഉത്ബോധിപ്പിച്ച് എല്ലാ ജനാധിപത്യ പ്രക്രിയയും അടിച്ചമർത്താനുള്ള ഹീനമായ ഒരു ശ്രമം എന്ന് മാത്രമേ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇതുവരെയുള്ള ദിവസങ്ങളിൽ എത്രായിരം സമരങ്ങൾ ഇന്ത്യ കണ്ടു. ഈ സമരങ്ങളെല്ലാം ഇന്ത്യ കാണുന്നത്, അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയിലെ ഭരണകർത്താക്കൾക്കെതിരെ സമരം ചെയ്യാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ പുറത്താണ് അവർ സമരരംഗത്തിറങ്ങുന്നത്. ആ അവകാശത്തിന്റെ പുറത്താണ് അവര് തെരുവുകളിൽ സമരം ചെയ്യുന്നത്. ഇതിനെയെല്ലാം നാളെ രാജ്യദ്രോഹമാണ്, ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്ഥിരം നറേറ്റീവാണ്. അത് കഴിഞ്ഞ 12 വർഷമായിട്ട് മാത്രം ഇന്ത്യയിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതിനു മുമ്പ് അത്രയ്ക്കത് ഉണ്ടായിരുന്നില്ല. വാജ്പേയിയുടെ കാലത്ത് പോലും ഒരു പക്ഷേ അത്രയ്ക്കത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇവർ ഈ കംപ്ലീറ്റ് ഈ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അച്ചുതണ്ടാണ് ഇന്ത്യയിലെ സമരങ്ങൾക്കെല്ലാം കാരണം എന്ന് പറയുന്ന വിചിത്രമായ നോബൽ സമ്മാനാർഹമായ കണ്ടെത്തൽ നടത്തിയത്. കർഷക സമരത്തെ ഇവർ വിളിച്ചത് എന്താണ്? ഇവർ ഖാലിസ്ഥാനി സമരം എന്ന് വിളിച്ചു. ഖാലിസ്ഥാനികൾ സമരം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ എന്താ പറയുന്നത്, അവരെ CAA-ക്കെതിരെ വന്ന സമരത്തെ മുസ്ലിം സമരം എന്ന് വിളിച്ചു. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമരത്തിനെ ഓരോ തരത്തിൽ ബ്രാൻഡ് ചെയ്ത് ദേശവിരുദ്ധമാക്കി, അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ജനങ്ങളുടെ ഈ എന്താ പറയുന്നത്, അവരുടെ ഒരു
രോഷം, ആ സമരത്തിനെതിരെ തിരിച്ചുവിടുന്ന ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഈ നാരോ നാഷണാലിസം ഉയർത്തിയിട്ട് അവർ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയത്ത് തന്നെ ശ്രീ സിബി സത്യൻ, ഇവിടെ ഈ കോൺഗ്രസിന്റെ ഒരു പ്രസക്തി എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഈ തിരിച്ചുവരവിനെ ഒട്ടും അത്ഭുതകരമായി കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി ഇങ്ങനെ തിരിച്ചുവരവ് നടത്താറുണ്ട്, പിന്നെ അപ്രത്യക്ഷനാകാറുണ്ട്. ഇതാണല്ലോ ശ്രീ ഷാബു ഇവിടെ പറഞ്ഞത്. BJPയും കഴിഞ്ഞ 1.5 മാസമായിട്ട് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന് അറിയില്ല എന്ന്. പക്ഷേ കോൺഗ്രസ് ഈ സമരത്തെ ഏറ്റെടുത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ CJP സമരമുഖത്തായിട്ട് മാസങ്ങളായി. അപ്പോൾ അതിനിടയിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഈ CJP സമരത്തിന് അനുകൂലമായിരുന്നില്ല. പക്ഷേ ഇന്നലെ പൊടുന്നനെ ഈ സമരരംഗത്തേക്ക് വന്നത് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ വിജയിക്കുമോ കോൺഗ്രസ്? ഇപ്പോൾ കോൺഗ്രസ് അതിൽ ഒരു രാഷ്ട്രീയ നേട്ടത്തിൻ്റെ പാതയിലാണോ സഞ്ചരിക്കുന്നത്? മഞ്ജുഷ്, കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഈ സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അത് കോൺഗ്രസിനൊപ്പം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്ത് വന്നത് ഈ പറഞ്ഞതുപോലെ സമരത്തിന്റെ പ്രസക്തിയെ വളരെ കാലികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല നിലയിലൊരു ബൂസ്റ്റ് ആണ് സമരക്കാർക്ക് ഈ പിന്തുണ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ബൂസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും, പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിലും ഇന്ത്യയിലെ യുവജനങ്ങൾ ഈ സമരം തുടരും എന്നുള്ളതിന്റെ വളരെ ശക്തമായ സൂചനകളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് വാങ്ചുക്കിന്റെ നിരാഹാരം തുടങ്ങിയത് മുതൽ ഇതുവരെ, അതായത് പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുന്നവരെയുള്ള ദിവസങ്ങൾ എടുത്ത് നോക്കിയാൽ, പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും ചെറുപ്പക്കാരെ മൊബിലൈസ് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള കപ്പാസിറ്റിയും BJP എന്ന് പറയുന്ന പാർട്ടിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യുവത്വത്തിന്റെ രോഷം, അടുത്ത ഒരു ജനറേഷൻ റെവല്യൂഷനായിട്ട് ഇത് മാറുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നിർണായകമായ കാര്യം. അതായത് കൊച്ചുകുട്ടികൾ, 18ഉം 19ഉം വയസ്സുള്ള കുട്ടികൾ, അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അവർ വളരെ ഗംഭീരമായിട്ട് വന്നിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. കാരണം അവരുടെ രാഷ്ട്രീയബോധം ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്ന തലത്തിലേക്ക് അവരെ ചിന്തിക്കുകയും. പരിഹാസ്യമായിട്ട് തോന്നുന്നുണ്ടോ താങ്കൾക്ക് യുവാക്കളുടെ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതിനെ? അല്ലല്ലേ, ഞാൻ ഭയങ്കര ബഹുമാനത്തോടുകൂടിയാണ് കാണുന്നത്. അങ്ങേറ്റത്തെ കാര്യം. ഇവിടുത്തെ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ നാട്ടിലെ യഥാർത്ഥ യുവാക്കൾ ആകെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന തിരക്കിലാണ്. ഈ നാട്ടിലെ യഥാർത്ഥ യുവാക്കൾ, ഈ പറഞ്ഞ പോലെ ജെൻസി യുവാക്കൾ, ഇപ്പം നീറ്റ് പരീക്ഷയൊക്കെ പാസ്സായി നല്ല മിടുക്കന്മാരും മിടുക്കികളും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോയിൻ ചെയ്ത് പഠിച്ചിറങ്ങി ഈ രാജ്യത്തിന് വേണ്ടി വലിയ വലിയ സംഭാവനകൾ കൊടുക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ ഈ 56 വയസ്സുള്ള യുവാവ് ഇപ്പം ഇന്നലെ അവിടെ പോകുന്നു. ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ജെൻസി, ഇങ്ങനെയുള്ള കുറേ എണ്ണമാണ് ഇവിടെ ഇപ്പം ഈ രാജ്യത്ത് മഹാവിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ വിപ്ലവം നടത്തുന്നതിനിടയ്ക്ക് ഇതേ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് NCP ചോർന്നതേ അപ്പുറത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ നാട്ടിലെ ഒരു കാര്യമുണ്ടെന്ന്, ചെറുപ്പക്കാർക്ക് ഇതൊന്നും കാണാൻ സമയമില്ല. അവർ തിരക്ക് അവരുടെ മുമ്പിൽ അത് ഉപയോഗപ്പെടുത്തി ഭാവി ഓരോ മിനിറ്റിലും ഒഴുകിയെത്തിയിരുന്ന യുവനിര എങ്ങനെയാണ്? താങ്കൾ അതിനെ വളരെ വില കുറച്ച് കാണുകയാണ്. രാഹുൽ ഗാന്ധിയെ വിട്ടേക്കൂ. ഞാനതിനെ അത്ര കാണാം. എന്താ എനിക്ക് അങ്ങനെ കാണാം? അല്ല മഞ്ജുഷ്, ഇതിനകത്ത് കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രീ ഷാബു പ്രസാദിനെ പോലുള്ള ആൾക്കാര് ഈ ഇത്തരം അണ്ടർലൈങ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെതിരെയുള്ള ശക്തമായ നിഷേധാത്മക സമീപനം തുടരുകയാണ്. അവർക്കറിയാം ജനാധിപത്യത്തിൽ വളരെ എളുപ്പമാണ്, ആര് ജയിച്ചാൽ അവരെ വിലക്കെടുത്താൽ മതി. NCPയിൽ നിന്ന് 10 MP വാങ്ങിക്കുക, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 20 MP വാങ്ങിക്കുക, അല്ലെങ്കിൽ ശിവസേനയിൽ നിന്ന് 15 MP വാങ്ങിക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ ജനാധിപത്യ പ്രക്രിയ അതിശക്തമായിട്ട് BJP മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അവരുടെ കയ്യിൽ കാശുള്ളിടത്തോളം കാലം അവരുടെ കയ്യിൽ ഒരിക്കലും തീരാത്ത അവർക്ക് ഒരു കാരണവശാലും അവർക്ക് ജനാധിപത്യത്തെ ഭയപ്പെടേണ്ട, ഒരു വിപ്ലവത്തെയും ഭയപ്പെടേണ്ട എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ അർബൻ മേഖലകളിൽ നിന്നാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അർബൻ യുവാക്കളാണ് BJPക്ക് വേണ്ടി ഒരു കാലത്ത് ഏറ്റവും ശക്തമായിട്ട് നിലകൊണ്ട അർബൻ യുവത്വമാണ് ഇന്ന് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഡൽഹിയിൽ നിരന്നിരിക്കുന്നത്. ആ അണ്ടർലൈങ് പൊളിറ്റിക്കൽ ഫാക്ടർ ഇവർ കാണാതെ പോവുകയാണെങ്കിൽ ഇവരിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത്. അവര് അൺഎംപ്ലോയ്മെന്റ് 6.6% അർബൻ യൂത്തിനിടയില്. അപ്പൊ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് അവഗണിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതെ, ഇതിനകത്ത് ഇത്രയും കാലം ഇവര് സമരത്തെ ഈ പറഞ്ഞ പോലെ ആന്റി സോഷ്യൽ എന്നും ഈ പറഞ്ഞ ചൈന ഫണ്ടെന്നും പാകിസ്ഥാൻ ഫണ്ടെന്നും മുസ്ലിം ഫണ്ടെന്നും ഖാലിസ്ഥാനി ഫണ്ടെന്നൊക്കെ വിളിച്ചു. ഇപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ട് ജാതിയും മതവും ഒന്നുമില്ലാതെ
റൂറൽ അർബൻ വേർതിരിവില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ ജനരോഷം, ആക്ച്വൽ ജനരോഷം, അടുത്ത തലമുറയുടെ ജനരോഷമാണ് ഇപ്പോൾ ഡൽഹിയിലെ തെരുവുകളിൽ വരുന്നത്. അപ്പൊ അതെന്ന് പറയുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണ്. ഇപ്പൊ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ പിന്തുണയ്ക്കാതെ പറയാൻ വഴിയില്ലാഞ്ഞതുകൊണ്ട് സമരത്തെ പിന്തുണയ്ക്കേണ്ടി വന്നത്. മഞ്ജുഷ ഒരു കാര്യം പറഞ്ഞല്ലേ, മഞ്ജുഷെ വലിയ താമസമില്ലാതെ ഈ സിബി സത്യനെ പോലുള്ളവർ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരുന്ന് പറയും, മഹത്തായ ആ സമരത്തിനെയും BJP വിലയ്ക്ക് മേടിച്ച് ഒന്നുമില്ലാതാക്കി കളഞ്ഞു, എന്തൊരു പ്രതീക്ഷയായിരുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തത് എന്ന് ഈ സിബി അതിലൊരു കാര്യമുണ്ട് കേട്ടോ. BJP ആണ് ഈ സമരം നടത്തുന്നത് എന്ന് കഴിഞ്ഞ ദിവസം വരെ ആരോപണം ഉന്നയിച്ചിരുന്നു കേട്ടോ. ശരി, അത് ഷാബു പറഞ്ഞ ഒരു കാര്യമുണ്ട്. BJP ആണ് ഈ സമരത്തിന് പിന്നിലെന്ന് കഴിഞ്ഞ ദിവസം വരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ഉൾപ്പെടെ. ശ്രീ മോഹൻ വർഗീസ്, അതാണ് BJP ആണ് ഈ സമരത്തിന് പിന്നിൽ ആര് എന്ന് യഥാർത്ഥത്തിൽ ആര്? ജൻസിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് കളിക്കുന്ന ചിലരുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പലരും, പ്രത്യേകിച്ച് പല മാറി നിന്ന് കാണുന്ന പലരും വിചാരിച്ചിരിക്കും ഇത് യഥാർത്ഥത്തിൽ ജൻസിക്ക് മാത്രം പുതിയതായി രൂപീകരിച്ച ഒരു സംഘടനാ സെറ്റപ്പ് പോലും, ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു കൂട്ടം യൂത്ത്, ഒരു അനോമിക് ഫിനോമിനനാണ്. അതാണ് ഇപ്പോഴത്തെ CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ഒരു സോഷ്യൽ നെറ്റ്വർക്ക് കൂട്ടായ്മ മാത്രമായ ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് എങ്ങനെ ഭൗതികമായി ഇത്രയധികം ആളുകളെ ജന്തർ മന്ദറിൽ കൊണ്ടുവരാൻ കഴിയുന്നു, ഡൽഹിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു? അതിന് പിന്നിൽ ആരാണ്? അണ്ണാ ഹസാരെയുടെ സമരസമയത്ത് പലരും രഹസ്യമായി ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചു. ഇതിന് പിന്നിൽ അണ്ണാ ഹസാരെ മാത്രമല്ല, അതിന് പിന്നിൽ ചില തൽപര കക്ഷികളുണ്ട്. പിന്നീട് അത് ഏതാണ്ട് ബോധ്യമാവുകയും ചെയ്തു. അണ്ണാ ഹസാരെ മുന്നിൽ നിൽക്കുകയാണ്, അദ്ദേഹം അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നത് വിഷയമല്ല. പക്ഷേ അണ്ണാ ഹസാരെയുടെ സമരം മറ്റ് ചിലർ ഹൈജാക്ക് ചെയ്തു. എന്നിട്ട് അതിൽ ഒരാൾ പാർട്ടി ഉണ്ടാക്കി, മറ്റൊരു വിഭാഗം രാഷ്ട്രീയമായി നേട്ടം കൊയ്തു. പറഞ്ഞു വരുന്നത് കേജ്രിവാളിനെ കുറിച്ചാണ് പാർട്ടി ഉണ്ടാക്കിയെന്ന് പറയുന്നത്. നേട്ടം കൊയ്തത് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പം രാഷ്ട്രീയ സ്വയം സേവക് സംഘിനും ഹിന്ദു മഹാസഭയ്ക്കുമൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ജനകീയമായ ഒരു പ്രതിഷേധം, അരാഷ്ട്രീയ മുഖമുള്ളൊരു പ്രതിഷേധം ഒരു ലെവല് കഴിയുമ്പോൾ അതിന് വിശ്വാസ്യതയുണ്ടാകും. അപ്പം ഈ ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യത, സംവിധാനത്തിൻ്റെ വിശ്വാസ്യത തകരും. അതിൻ്റെ ബെനിഫിറ്റ് ഡയറക്റ്റ്ലി അനുഭവിക്കാൻ പോകുന്നത് അതത് സമയത്തെ പ്രതിപക്ഷമാണ്. അപ്പോൾ അന്ന് BJP രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയതുപോലെ ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. സമാനമായിട്ട് നടക്കുമോ എന്നാണ്? അല്ല, അത് ഇവിടെ ഈ കോൺഗ്രസ് നേട്ടമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു വെന്റിലേഷൻ എന്ന നിലയിൽ BJP തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. യഥാർത്ഥത്തിൽ ജൻസിയുടെ ഒരു വലിയ മനസ്സിലായില്ല എങ്ങനെയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ, ജൻസിയെ എപ്പോഴും ഇപ്പം ഈ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി ജൻസി, അതായത് ചെറുപ്പക്കാരുടെ ഒരു പിന്തുണയുടെ മഹാ നമ്പർ, പ്രത്യേകിച്ചും ഈ പറയുന്ന അർബൻ മിഡിൽ ക്ലാസിൻ്റെ പിന്തുണ BJPക്ക് ആയിരുന്നു. അതാണ് വസ്തുത. അല്ലാതെ ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് മാത്രമല്ല BJP നേട്ടമുണ്ടാക്കിയത് എന്ന് കൂടി ഓർക്കണം. അങ്ങനെയെങ്കിൽ ആ വിഭാഗത്തിൻ്റെ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് പ്രതിപക്ഷം ഇത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ ഇങ്ങനെ ജൻസി എന്ന രൂപത്തിൽ ഒരു അരാഷ്ട്രീയവാദികൾ മുന്നോട്ട് പോകുന്നു. കുറെ കഴിയുമ്പോൾ അവരുമായി ഏതെങ്കിലും ചർച്ചയിൽ തടസ്സപ്പെടുത്തിയില്ല. പക്ഷേ അത് തടസ്സപ്പെടുത്തിയില്ല, കാരണം ഓൺലൈനിൽ നിന്ന് അവർ ഓഫ്ലൈനായി, ഓൺലൈനിൽ നിന്നും അവർ ഓഫ്ലൈനിലേക്ക് വന്നു. അവിടെ കണക്ക് കൂട്ടലുകൾ എവിടെയോ പിഴച്ചു. ഷാർപ്പായ കണക്കുകൂട്ടലുകളായിരുന്നു, അത് പിഴച്ചു. ഒരു സമൃദ്ധ ഒരു സ്നോബോളിംഗ് എഫക്റ്റ് ഉണ്ടായി. രാജ്യമാസകലമുള്ള യുവാക്കൾ സടക്കുടഞ്ഞെഴുന്നേറ്റു. ഇത്ര വലിയ ഒരു കാസ്കേഡിംഗ് എഫക്റ്റ് ഇതിനുണ്ടാകും എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും വിശ്വസിച്ചില്ല. അതുണ്ടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ അപ്പം ചുട്ടുവെച്ചപ്പോൾ അത് ഭക്ഷിക്കാൻ പലരും എത്തി എന്ന് പറയുന്നത് പോലെയാണോ ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഇപ്പോഴെത്തിയത്? അതോ ജൈവികമായി വന്ന ഒരു പ്രക്ഷോഭത്തെ ഞങ്ങളുടെ ചുമതലയാണ്, പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്, ഈ LOP എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ചുമതലയാണ്, ഏത് വിഷയത്തെയും ജനകീയ വിഷയമാണ്, ഫണ്ടമെന്റൽ വിഷയമാണ്, അടിസ്ഥാനപരമായി കാമ്പുള്ള വിഷയമാണ്. അതിൽ ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് ചില പിശക് പറ്റിയോ? കാരണം അതിപ്പോൾ BJP അത് ആയുധമാക്കുന്നുണ്ട്. അത് കേന്ദ്രമന്ത്രിമാർ തന്നെ അത് ആക്ഷേപമായി ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ ചർച്ച നടന്ന സമയത്ത് തുടക്കത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാണ്. അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോഴാണ് അടുത്ത ആവശ്യങ്ങൾ വന്നത്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, പ്രധാനമന്ത്രിയുടെ രാജി. ഇതൊക്കെ അത് ഈ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യതയ്ക്ക് കളങ്കം പറ്റുന്ന രീതിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നുണ്ട്, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ. ശ്രീ മഞ്ജുഷ്, ഗോൾ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് ഒന്നും പുതുമയല്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഏത് വിധേനയും ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു രീതിശാസ്ത്രം.
അല്ലാതെ ആ യുദ്ധത്തിലൊക്കെ ഒരു നൈർമല്യം പ്രതീക്ഷിച്ചാൽ അവിടെ തെറ്റി. ഇവിടെ രാഹുൽ ഗാന്ധിയോട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും ഇറങ്ങി വന്ന് സഹമന്ത്രി, അതായത് ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചുമതലയുള്ള മന്ത്രി വന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ പാർലമെന്റിൽ സംസാരിക്കാൻ തയ്യാറാണ്. ഇത് മാത്രമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡിമാൻഡ്. എന്താണ്? പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സംസാരിക്കാനുള്ള ആ വിഷയം പാർലമെന്റിന്റെ ഫ്ലോറിൽ അവതരിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം, സാവകാശമുണ്ടാകണം. അത് അനുവദിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ രാജി വേണം, പ്രധാനമന്ത്രിയുടെ രാജി വേണം. അത് കടുത്ത കൈയാണ്. പ്രധാനമന്ത്രിയുടെ രാജി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് വന്നാൽ ആ ഇൻറ്റൻസിറ്റി എത്ര കാലം നിലനിർത്താനാവും? ഒരുപക്ഷെ അത് പ്രതിപക്ഷ നേതാവിന് ചോദിക്കാം. തീർച്ചയായും പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറയാം, കടുത്ത ആവശ്യമാണ്. പക്ഷേ 2.5-3 വർഷമുണ്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ. അത്രയും കാലം ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം ഈ രൂപത്തിൽ, ഈ ഇന്റൻസിറ്റിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവുമോ? മുൻപ് അനുഭവങ്ങളുണ്ടല്ലോ ശ്രീ മഞ്ജുഷ്. അണ്ണാഹസാരുടെ സമരം എന്ന് പറയുന്നത് ഏകദേശം തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സമയത്തായിരുന്നു, അടുത്ത സമയത്ത്. പക്ഷേ അതിന്റെ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊരു ടൈമിംഗ് ശരിയല്ല. ഇതിന് ഇപ്പോഴെങ്ങും ഒരു ഇനി UP തെരഞ്ഞെടുപ്പ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അതിന് ഇതാണോ ചെയ്യേണ്ടത്? അത് മറ്റൊരു ചോദ്യമാണ്. UPയിലാണ് ഉടനടി തെരഞ്ഞെടുപ്പ് നടക്കേണ്ട പ്രധാനപ്പെട്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ്. താങ്കൾ കാണുന്ന ഒരു നറേറ്റീവ് നേരത്തെ കോൺഗ്രസ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് BJP ആണ് ഈ സമരം ചൂട് പിടിപ്പിക്കാൻ, അതല്ലെങ്കിൽ അവർ സമരം ചെയ്തോട്ടെ എന്ന നിലപാടിലേക്ക് വന്നത് എന്നുള്ള കോൺഗ്രസിന്റെ പഴയ ആർഗ്യുമെന്റ് അല്ലേ? അല്ല, പഴയ ആർഗ്യുമെന്റ് ആണ്. പക്ഷേ കോൺഗ്രസ് അത് കഴിഞ്ഞ ദിവസത്തെ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ അതിൽ സ്വല്പം യാഥാർത്ഥ്യ ബോധത്തോടെ കോൺഗ്രസ് പ്രവർത്തിച്ചു. ഒരു വെഡ്ജ് കണ്ടു, ഒരു ഓപ്പണിംഗ് അവിടെ കണ്ടു രാഹുൽ ഗാന്ധി. ആ സമയത്ത് ടൈംലി ആക്ഷൻ ആണല്ലോ പ്രധാനം. ഈ ടൈംലി ആക്ഷനിൽ പരാജയപ്പെട്ടതുകൊണ്ടാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത് പറ്റിയത്. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നാണല്ലോ പ്രമാണം. ആ സമയത്ത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു ക്യാബിനറ്റ് റീഷഫിൾ, ആരും അറിയാതെ ഒരു ചെറിയ ക്യാബിനറ്റ് പുനഃസംഘടന നടത്തി ധർമ്മേന്ദ്ര പ്രധാനെ ഈസ് ഔട്ട് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ വകുപ്പൊന്ന് മാറ്റിക്കൊടുത്താൽ മതിയല്ലോ. ഈ പ്രതിഷേധത്തിൻ്റെ കാറ്റ് നഷ്ടപ്പെടുമായിരുന്നു, പട്ടം പൊട്ടിയതുപോലെ ഇത് പോകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. മർക്കട മുഷ്ടി ഗവൺമെൻറ് കാട്ടി. ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. ജൻസിയാണ് മറുപക്ഷത്തെ. രോഹിത് വേമുലയുടെ ഭരണത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ അത് അർബൻ നക്സലുകളാണെന്ന് പറഞ്ഞു, ചാപ്പയടിച്ചു. അതുപോലെ കർഷക സമരത്തെ പറഞ്ഞു അത് ഈ ഖലിസ്ഥാൻവാദികൾ സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്നായി ചാപ്പക്കുത്തി അങ്ങോട്ട് കൊടുത്തു. അതുപോലെ CA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതിനെയൊക്കെ ദേശവിരുദ്ധ ശക്തികളുടെ വിളയാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി. പക്ഷേ ഇവിടെ അതല്ല. ജനങ്ങളാണ്. ആരാണോ BJP അധികാരത്തിൽ എത്തിച്ചത്, പ്രധാന കാറ്റലിസ്റ്റ് ആയത് യുവാക്കളുടെ റോളാണെന്ന് ഓർക്കണം. അതേ യുവതയാണ് ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. ഷാബു പ്രസാദ്, ഈ തിയറി എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇല്ല, എനിക്കതിനോട് വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ സമരത്തിന് വന്നിരിക്കുന്നു കുറേ അധികം ആൾക്കാരുണ്ട്, കുറച്ച് ഉണ്ട്. ഇതിനല്ലാതെ ഈ രാജ്യത്തെ യുവജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഇതിനുണ്ടാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാര്യം ഏതെങ്കിലും രാഷ്ട്രീയ, അതായത് മോദി വിരുദ്ധ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ യുവാക്കളല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഈ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇവരുടെ ഈ ബഹളത്തിനോ എന്തെങ്കിലും ഇവരെന്താണ് ശ്രമിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ നീറ്റ് പരീക്ഷ നടത്തുമ്പോൾ, റീ എക്സാമിനേഷൻ നടത്തുമ്പോൾ കഴിയുന്നത്ര കുട്ടികളെ അതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കാതിരിക്കുക, അതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു നയമായിരുന്നു, ഒരു സ്ട്രാറ്റജിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അത് ഈ രാജ്യത്തെ ജൻസിയാണ് തള്ളിക്കളഞ്ഞത്. അതായത് അന്ന് മെയ് മാസം മുതൽ തുടർച്ചയായ പ്രചാരണങ്ങൾ, ഈ രാജ്യത്തെ മാധ്യമങ്ങളിൽ നടന്ന പ്രചാരണങ്ങൾ എല്ലാം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ രാജ്യത്തെ നീറ്റ് പരീക്ഷയുടെ മുഴുവൻ വിശ്വാസ്യതയും പോയി. ഈ രാജ്യത്തെ യുവാക്കളുടെ ഭാവി പോയി, നിങ്ങളുടെ ഭാവി തകർന്നു. ഇങ്ങനെ ആസൂത്രിതമായ പ്രചാരണങ്ങൾ നടത്തി ഈ പരീക്ഷയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി, ഈ സിസ്റ്റത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി, ആ പരീക്ഷയെ പരാജയപ്പെടുത്തുക, പുനഃപരീക്ഷയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ സ്ട്രാറ്റജി. അത് അമ്പേ പൊളിഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പം ബഹുമാനപ്പെട്ട മുഹമ്മദ് വർഗീസ് സാർ പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായിട്ടാണ് സംഭവിച്ചത്. ഈ രാജ്യത്തെ യുവജനങ്ങൾ ആരെ ഉദ്ദേശിച്ചാണോ ഇവർ ഈ ബഹളങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്, അതേ കുട്ടികൾ, അതേ രക്ഷിതാക്കൾ, അതേ ജനങ്ങൾ അതിനെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. അവര് പരീക്ഷയിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് വിചാരിക്കാൻ അവരുടെ ഭാവി അല്ല ഇവർ ശ്രമിച്ചത് അതിനാണ്. കാര്യം പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല കുട്ടികളെ. ഈ പരീക്ഷ അതിന്റെ ഉദ്ദേശം
അല്ല ആ പ്രചരണങ്ങൾ അതിനെനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അവർ പരീക്ഷ എഴുതാതെ പിന്മാറുന്നൊന്നുമില്ലല്ലോ. കാരണം പഠിച്ച കുട്ടികളാണ്, അവർക്ക് ആദ്യ പരീക്ഷ പഠിച്ചെഴുതിയതാണ്, അത് ക്യാൻസൽ ചെയ്തപ്പോൾ അടുത്ത പരീക്ഷ എഴുതേണ്ട വരില്ലല്ലോ. ഇല്ല മഞ്ജുഷേ, അത് വരില്ല. ഞാൻ പറഞ്ഞത് ഇവരുടെ വ്യാമോഹങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. കുട്ടികളെ, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ പരീക്ഷ എഴുതിയാലും അവിടെ മോദി അമിത്ഷായും കൂടെ വോട്ട് തുറന്ന് പേപ്പർ ചോർത്തി കൊടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അർഹത നഷ്ടപ്പെടും. ഈ രീതിയിലുള്ള നറേറ്റീവാണെന്ന് ഇവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചത്. താങ്കൾ പറഞ്ഞു രാജ്യത്തെ മോദി വിരുദ്ധരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഇത്, അല്ലാതെ ഒരു ജെൻസിയുടെ ഒരു സമരമൊന്നും അല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രയും യുവാക്കൾ വരുമ്പോൾ യുവാക്കളാണ് ഇന്ത്യയുടെ ഭാവി എന്നതാണല്ലോ പ്രധാനമന്ത്രിയുടെ തന്നെ തുറന്നു പറച്ചിൽ. അപ്പോൾ ഇവിടെ യുവാക്കളാണ്, ഇവരെല്ലാം ഇതുവരെ മോദി വിരുദ്ധരായിരുന്നു എന്നാണ്. ഇവരെല്ലാം ഇതുവരെ മോദി വിരുദ്ധരായിരുന്നു എന്നാണ്. അല്ല, ഇത്രയും എന്ന് പറഞ്ഞാൽ എത്രയാണ് മഞ്ജുഷേ? ആ ജന്തർ മന്ദിർ കൂടിയിരിക്കുന്ന 12,000 പേരോ അല്ലെങ്കിൽ 10,000 പേരോ അല്ലെങ്കിൽ പോട്ടെ 1,00,000 പേരോ? ഇതാണോ ഈ രാജ്യത്തെ ജനങ്ങളുടെ യുവാക്കളുടെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്? എണ്ണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ സമരം തന്നെയാണ്, ഒരു ബഹുജന പ്രക്ഷോഭം എന്ന് തന്നെ ഇതിനെ പറയാം. എണ്ണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ല, രാജ്യത്തെ മുഴുവൻ യുവാക്കളും അങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് നമ്മൾ കണ്ടതാണല്ലോ, ഈ ഡൽഹിയിലെ CAA വിരുദ്ധ പ്രക്ഷോഭം കണ്ടതാണല്ലോ. 10-25 പേര് മരിച്ച് ലോകശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നടത്തിയ, അതും ഈ കണക്ക് നോക്കുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭമായിരുന്നു. ഇപ്പം കർഷക സമരം എത്ര മാസങ്ങളാണ് ഡൽഹി സ്തംഭിപ്പിച്ചത്? കണക്ക് നോക്കുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭമായിരുന്നു, വലിയ സംഭവമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, ടൂൾ കിറ്റ് പ്രക്ഷോഭങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ 10-12 വർഷമായിട്ട് കണ്ടതാണിത്. ഒടുവിൽ എല്ലാം കഴിയുമ്പം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്യും. ഉമർ ഖാലിദിനൊന്നും ഇനിയിപ്പോൾ എന്ന് സൂര്യോദയം കാണാനാവുമെന്ന് അറിയില്ല. ആ ഗതിയിലാണ് കിടക്കുന്നത്. ഇതാണ് സംഭവം. ഇത് കാര്യം ഒടുവിൽ ഇവിടെ തന്നെ ഈ നീറ്റ് പരീക്ഷ വിജയകരമായിട്ട് പുനഃപരീക്ഷ നടത്തി റിസൾട്ട് കൊണ്ടുവന്ന് അലൊക്കേഷൻ ആയതോടുകൂടി തന്നെ ഇവരുടെ മുഴുവൻ നറേറ്റീവും പൊളിഞ്ഞു മഞ്ജുഷേ, മുഴുവൻ പൊളിഞ്ഞു. അടുത്ത വർഷം നീറ്റ് പരീക്ഷ നടക്കാൻ പോകുന്നത് പേപ്പർലെസ് ആയിട്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട്, ഓൺലൈൻ ആയിരിക്കും. ആ പരീക്ഷ, അത് സംഭവം തീർന്നു. ശരി, നഷ്ടപ്പെട്ട ഒരു സമരം എന്നാണ് ഷാബുവിന്റെ ഒരു മിനിറ്റ്. ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം. ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണം. മറ്റു വിഷയങ്ങളും ഈ ജൻസി സമരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. മറ്റു വിഷയങ്ങളും അടിച്ചു പൊളിക്കണം. മോദിയെ വെടിവെച്ച് കൊല്ലണം. 3-4 ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. തുടങ്ങിയ 3-5 സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 370 ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ അവര് ഈ പറഞ്ഞ പോലെ പത്രസമ്മേളനത്തിലോ അല്ലാതുള്ള സംഭവങ്ങളിലോ പറഞ്ഞതായിരിക്കും. സമരത്തിനകത്ത് ഈ പറഞ്ഞ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. സമരം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന രാജിയും എഡ്യൂക്കേഷൻ റിഫോംസുമാണ്. അപ്പൊ അതിനകത്ത് ആ വ്യക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സമരം നടക്കുന്നത്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ ഒരു എന്താ പറയുക കോൺസ്പിറസി തിയറി, ആ കോൺസ്പിറസി തിയറിയിൽ അത്ര വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞതുപോലെ യുവാക്കളെ ഒരു പ്രക്ഷോഭം സ്വയം ക്രിയേറ്റ് ചെയ്ത് സ്വയം ഒതുക്കി ഈ സംഭവം മാനേജ് ചെയ്യാമെന്ന് BJP ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ അവർക്ക് വളരെ സിമ്പിൾ ആയിരുന്നു ഈ സാറ് തന്നെ പറഞ്ഞതുപോലെ ഒരു ക്യാബിനറ്റ് റീഷഫിൾ നടത്തി ധർമ്മേന്ദ്ര പ്രധാനെ നിലനിർത്തുകയോ ഒഴിവാക്കുകയോ വകുപ്പ് മാറ്റുകയോ ചെയ്യാമെന്നുള്ളത്. അപ്പൊ അത്രയും സിമ്പിളായ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഈ ഒരു വ്യാജ പ്രക്ഷോഭം ഉണ്ടാക്കി അതിന്റെ മുന്നിൽ ചെന്ന് സ്വയം നിന്ന് കൊടുക്കേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. ഇനി അഥവാ അത് തന്നെയാണെങ്കിലും നിലവിലെ അവസ്ഥയിൽ എന്താണ് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനും അക്കാര്യത്തിൽ പിശക് പറ്റി എന്നുള്ളതാണോ? കോൺഗ്രസും ക്ലാരിഫൈ ചെയ്തോട്ടെ. അപ്പൊ ശ്രീ സിബി, ഞാൻ പറഞ്ഞത് അത് അങ്ങനെ സംഭവിച്ചു എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെയും മറ്റു പ്രതിപക്ഷങ്ങളെയും ഫിനിഷ് ചെയ്യാനുള്ള ഒന്നാന്തരം ഒരു അവസരമാണ് ആം ആദ്മി പാർട്ടി മോഡലിൽ ഒരു ചെറിയ അരാഷ്ട്രീയ സഖ്യം ഇങ്ങനെ വരിക. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമുണ്ട്.
ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ സഖ്യങ്ങളെയാണ് BJPയും ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രക്ഷോഭം ഈ രൂപത്തിലങ്ങ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, അതൊന്നും വലിയ വിഷയമാവില്ല, മറ്റ് കക്ഷികൾ ഏറ്റുപിടിക്കുമ്പോഴാണ് അത് വിഷയമാകുന്നത്. ആ ഒരു തിയറിയാണ് മുന്നോട്ട് പോയത്. പക്ഷേ അവിടെ ഒരു അവസരം കോൺഗ്രസ് കണ്ടുകൊണ്ട് അതിലേക്ക് ആ ബാൻഡ് വാഗണിലേക്ക് ചാടിക്കേറി അത് പിന്നെ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അപ്പം ഇവിടെ ഒരു ഭരണകൂടത്തിനെതിരെ രണ്ട് വിഭാഗങ്ങൾ, ഒരു വശത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി, മറുവശത്ത് CJP ആണെങ്കിൽ കോൺഗ്രസിനോടും എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സമദൂരം പാലിക്കുകയാണ്. അതാണ് അവരുടെ ഐഡിയോളജി. ഒരു രാഷ്ട്രീയക്കാരൻ, വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ കക്ഷികളെ ഒന്നും തന്നെ അടുപ്പിക്കരുത്. ഞങ്ങളുടെ സമരത്തിലേക്ക് വേണ്ട എന്നായിരുന്നു. ഞങ്ങളുടെ സമരത്തിന് ആരുടെ പിന്തുണ വേണ്ട, ഞങ്ങൾക്കറിയാം. അങ്ങനെയാണ് ക്രെഡിബിലിറ്റി ഉണ്ടായത്. ഒരിക്കലും ഈ സമരത്തിന് ക്രെഡിബിലിറ്റി ഉണ്ടായപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അവകാശികൾ പലരായി മാറി. അത് ഏറ്റുപിടിച്ചത് തെറ്റൊന്നുമില്ല കേട്ടോ. പ്രതിപക്ഷത്തിന് ജോലി തന്നെയാണ്. ഒരു വ്യവസ്ഥയിൽ പുഴുക്കുത്തുകൾ വീണാൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നത് വ്യവസ്ഥാപിതമായ പ്രതിപക്ഷത്തിന് ജോലി തന്നെയാണ്. അതാണ് അവർ ചെയ്തത്. പക്ഷേ ഇത്രയും കാലം പ്രതിപക്ഷം എവിടെയായിരുന്നു എന്ന ചോദ്യം ന്യായമായി നമ്മൾ ചോദിക്കും. ശ്രീ സിബി സത്യൻ, BJPയുടെ സ്റ്റേജ് മാനേജ്മെന്റും അവിടെ പിഴച്ചു എന്നുള്ളതാണ് മഞ്ജുഷ് ഇതിനകത്ത് ആ ഒരു പോയിന്റിൽ എനിക്കധികം വിശ്വാസ്യത തോന്നുന്നില്ല. കാരണം അതൊരു മറ്റൊരു കോൺസ്പിറസി തിയറി മാത്രമാണ്. കാരണം നിലവിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യം ഞാൻ പ്രതിപക്ഷത്തിന്റെ പരാജയത്തെ കുറിച്ച് പറയാം. ഈ സംഭവം നടന്നിട്ട് 2 മാസം കഴിഞ്ഞു. ഈ 2 മാസത്തിനിടയിൽ ഇതുവരെ ഇതുപോലൊരു അവസരം ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. കാരണം ഒരു 4 ദിവസം നീളുന്ന സമരം പോലും നടത്താൻ ഈവൻ JNUവിലേക്ക് SFIക്ക് നല്ല ശക്തിയുണ്ട്, ഇടതുപക്ഷ പാർട്ടിയായ ഐസയ്ക്ക് നല്ല ശക്തിയുണ്ട്. ഇവർക്ക് മര്യാദയ്ക്ക് ഒരു സമരം ചെയ്യാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന് മര്യാദയ്ക്ക് ഒരു സമരം ചെയ്യാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനങ്ങൾക്കോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കോ ഒരു സമരം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് മികവുറ്റ ഒരു സമരം ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ CJP എന്ന് പറയുന്ന ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം രൂപപ്പെടുന്നത് വരെ ഈ വിഷയത്തിൽ കാര്യമായ ഒരു സമരമോ ഒരു മുന്നേറ്റമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് കാണണം. BJPയെ സംബന്ധിച്ചിടത്തോളം ആ ശാന്തതയാണ് ഏറ്റവും നല്ല സാധനം. രണ്ടാമത്തത്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ ഒതുക്കാൻ എളുപ്പമാണ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒതുക്കാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഇവിടെ തന്നെ ശിവസേന പിളർന്നത് മുതൽ ശിവസേന BJPക്ക് ഒരു വെല്ലുവിളി ഉയർത്തിയ നിമിഷത്തിൽ അവിടുത്തെ 2ാം നേതാവിനെ അവർ പിടിച്ച് വളരെ കൃത്യമായിട്ട് അയാളെ കൊണ്ട് ആ പാർട്ടി പിളർത്തി ഇപ്പുറം കൊണ്ടുവന്ന് അതങ്ങ് തീർത്തു കൊടുത്തു. അപ്പം അതൊരു വ്യവസ്ഥാപിത സ്ഥാപനമാണ്, അതിനെ ഒതുക്കാൻ എളുപ്പമാണ്. അതിനൊരു നേതാവുണ്ട്, അയാൾക്കെതിരെ നല്ലൊരു കേസ് ഇട്ടിട്ട് അതങ്ങ് ക്ലിയർ ചെയ്താൽ മതി. എന്നാൽ ഇവിടെ സംഭവിച്ചത് ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമാണ്. ഏറ്റവും കൂടുതൽ ഒരു സംവിധാനത്തിൽ, അത് ഏകാധിപത്യമായാലും ജനാധിപത്യമായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സെമി ഡിക്റ്റേറ്റർഷിപ്പ് ആയാലും ഒലിഗാർക്കി ആയാലും എല്ലാവരും ഭയക്കുന്ന രാഷ്ട്രീയ മൂവ്മെന്റുകളെയാണ്. കാരണം അരാഷ്ട്രീയ മൂവ്മെന്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഏത് അളവ് വരെ പോകാൻ കഴിയും. ഒരു നേതാവ് വീണാൽ അടുത്തൊരു നേതാവ് വരും, കുറച്ച് പേർ വീണാൽ വീണ്ടും കുറച്ച് പേര് ഉയർന്നു വരും. അപ്പം അങ്ങനെ അരാഷ്ട്രീയ മൂവ്മെന്റിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ പ്രതിപക്ഷത്തിനെ ഒതുക്കാൻ BJP നടത്തിയ ശ്രമമാണെങ്കിൽ BJPയുടെ പൊളിറ്റിക്കൽ ഇന്റലിജൻസിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട സമയമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ചിന്തിക്കുന്നില്ല BJPക്ക് അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ഉപയോഗിക്കുമെന്ന്. അത്ര ഫെയിൽഡ്. കാരണം നിലവിൽ ടെക്നോളജിക്കലിയും ഇന്റലക്ച്വലിയും ഒരു ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാർട്ടി തന്നെയാണ് BJP. അപ്പൊ അതിനകത്ത് ആരോപണം ഉന്നയിച്ചത് ഇല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല. അവരുടെ സ്പേസ് മറ്റാൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരവരുടെ ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വമില്ലായ്മ തന്നെയാണ് കാണിച്ചതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം നീറ്റ് പോലൊരു പരീക്ഷയിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട്, ഈ നീറ്റ് മാത്രമല്ല, അതിന് തൊട്ടു മുമ്പ് CBSEയുടെ മൂല്യനിർണ്ണയം ഓർമ്മയില്ലേ? CBSEയുടെ മൂല്യനിർണ്ണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഏതോ ഒരു ആന്ധ്രയിലെ ഏതോ ഒരു ഉഡായിപ്പ് കമ്പനിക്ക് അതിന്റെ മൊത്തം കോൺട്രാക്ട് കൊടുത്തു. കോടികളുടെ കോൺട്രാക്ട് ആണ്. TCS പോലുള്ള കമ്പനികൾ അപ്ലൈ ചെയ്തിട്ട് അവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ആ കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ മുഴുവൻ കുട്ടികളെ മാർക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ ഡീറ്റെയിൽസ് പുറത്തു കൊണ്ടുവന്ന കുട്ടിയെ ഒരു പാകിസ്ഥാൻകാരൻ എന്ന് വിളിച്ചു. അപ്പൊ ഈ സംഭവത്തിലൊന്നും കൃത്യമായ ഒരു സമരമുഖം തുറക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചില്ല. ഒരുപക്ഷെ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ പറഞ്ഞതുപോലെ ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ജനത്തിന് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും. പക്ഷെ നിലവിൽ ഇതൊരു ബഹുജന പ്രക്ഷോഭമായിട്ട് വളർന്നു വരികയാണ്. ആൻഡ് കോൺഗ്രസ് ഈസ് റൈറ്റ് അറ്റ് ദെയർ പ്ലേസ്. ഇത് ഏറ്റവും കൃത്യമായ സമയത്ത് ഏറ്റവും കൃത്യമായ സ്ഥലത്ത് അവർ ഇടപെട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് വീണ്ടും ഒരു പ്രതീക്ഷ കൊണ്ടുവരുന്നുണ്ട്. ഒരു എന്താ പറയുന്നത്, അവര് സ്ട്രാറ്റജിക്കലി കൃത്യമായിട്ട് ഇതിനകത്ത് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ സമരത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഈ സമരത്തിനെ ഇനിയും വലുതാക്കാനുമുള്ള കൃത്യമായ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിങ് തന്നെയാണ് ഇന്ത്യ സഖ്യവും ഈ പറഞ്ഞ കോൺഗ്രസും നിലവിൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യം, അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഒരു തന്ത്രം മെനഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഞ്ജുഷേ, ആദ്യം ഒരു കാര്യമുണ്ട്. ഒരു സമരം, ഒരു പ്രക്ഷോഭം വിജയിക്കണമെങ്കിൽ ചില ഘടകങ്ങൾ ഒരുമിച്ചുണ്ടാകണം. ഒന്ന്,
അവർ ഉന്നയിക്കുന്ന കോസിനോട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം. ആ കോസിൻ്റെ അകത്ത് അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ, പറയുന്ന കാര്യങ്ങളിൽ ഒരു 80% സത്യമായിരിക്കണം. അതിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ വളരെ ഉറച്ച, വളരെ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനം ഉണ്ടാവണം. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഒത്തുവന്നാലേ ഇന്ത്യ പോലൊരു രാജ്യത്തൊരു പ്രക്ഷോഭം വിജയിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ പറയാം, ഇവിടെ രാജീവ് ഗാന്ധിക്കെതിരെ വളരെ സംഘടിതമായിട്ടുള്ള വളരെ വലിയ പ്രക്ഷോഭം നടന്നു ബൊഫോഴ്സ് അഴിമതി കേസിൽ. 1986 അഴിമതി പുറത്തു വരുന്നത്. 89 തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ ഹോട്ടായിട്ട് നിർത്താൻ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഈ രാജ്യം അന്ന് പ്രതിപക്ഷം വളരെ ദുർബലമാണെന്ന് ആലോചിക്കണം. BJPക്ക് ആകെ 2 സീറ്റേ പാർലമെന്റിലുള്ളൂ. പിന്നെ ഔദ്യോഗിക പ്രതിപക്ഷം പോലും ഇല്ല. രാജീവ് ഗാന്ധി ഭീകരമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുകയാണ്. എന്നിട്ടും ആ കോസിനോട് അതിൻ്റെ അകത്ത് അത് നിലനിർത്താൻ സാധിച്ചു. രാമജന്മഭൂമി പ്രക്ഷോഭം നിങ്ങൾ നോക്കൂ, എത്ര പതിറ്റാണ്ടുകളാണ് BJP സംഘപരിവാർ അതിനെ കയ്യിലെടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് ശരിതെറ്റുകളോ വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അതിനെ മുൻനിരയിൽ നിർത്തിയത്, അതിനെ ഈ രാജ്യത്തെ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ഒരു പ്രധാന ഇഷ്യൂ ആക്കി നിലനിർത്തിയത്. രാമജന്മഭൂമി പ്രശ്നം പരിഹരിച്ച് അവിടെ ക്ഷേത്രം പണിഞ്ഞാൽ ആ നിമിഷം തന്നെ അതിൽ കൈയിട്ട് വരുമെന്ന് വാജ്പേയിക്കും അദ്വാനിക്കൊക്കെ അറിയാറുണ്ട്. അതുകൊണ്ടാണ് അവര് പണിയാതിരുന്നത്. ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ വേറൊന്ന്, ഈ അണ്ണാ ഹസാരയുടെ പ്രക്ഷോഭം, അണ്ണാ ഹസാരയുടെ സമരം തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണത്. 2011 തുടങ്ങിയത്. 2011-12 ഇലക്ഷൻ നടക്കുന്നത് 2014. ആ 2-2.5 വർഷത്തോളം അതിൻ്റെ ആ ഇമ്പാക്റ്റിനെ നിലനിർത്താനും അത് കൊണ്ടുപോകാനും കഴിഞ്ഞു. എന്തുകൊണ്ടായിരുന്നു? ഈ രാജ്യത്ത് നടന്ന അഴിമതി അത്ര ഭീകരമായിരുന്നേ. അത് ഈ നാട്ടിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാമായിരുന്നു. ഇപ്പം ബൊഫോഴ്സ് അഴിമതി സത്യമായിരുന്നു 100%. ഇവിടെ 2G അഴിമതി, കൽക്കരി അഴിമതി, CWC അഴിമതി, ഇത് സത്യായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് വിജയിപ്പിക്കാൻ സാധിച്ചത്. അടിയന്തരാവസ്ഥ പ്രക്ഷോഭത്തിന്റെ കാര്യം അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. ഞാൻ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം, അതിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇതേപോലെ തന്നെയായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇതുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് സത്യമുണ്ടായിരുന്നു. ഇനി ഈ 2G അഴിമതിയിൽ ആരെയും ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യമുണ്ട്, ഈ 2014 BJP അധികാരത്തിൽ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴേക്ക് UP സർക്കാർ തന്നെ ആ കേസ് അട്ടിമറിച്ച് ആ കേസ് കോടതിയിൽ എത്തിച്ചു. അത് സബ് ജുഡീസ് ആക്കി കഴിഞ്ഞു. ആ കേസ് പിന്നെ വരുന്നൊരു സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ കേസിനെ വളരെ ഗംഭീരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കോടതിയിൽ സബ് ജുഡീസ് ആയി കഴിഞ്ഞു. ദുർബലമായ കേസ് സബ് ജുഡീസ് ആയി കഴിഞ്ഞു. ആ കേസ് സബ് ജുഡീസ്, അതിന്റെ വിചാരണ നടക്കുകയാണ് ഇപ്പോഴും. അത് റീഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ നാട്ടിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവും. ഒന്നുകിൽ ആ കേസ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ കോടതി അനുവദിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്ക് ആ കേസ് കോടതിയിൽ ചളക്കൊളവാക്കി ഇവർ എത്തിച്ചു കഴിഞ്ഞിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ഈ സമരത്തിന് ഒരു സത്യസന്ധതയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ ആ ഒരു നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? ഈ സമരത്തിന്റെ കോസ് ഒരു രീതിയിലും ആ ഒരു നിർദ്ദേശത്തോട് ഈ സമരത്തിന് ഒരു കോസ് ഇല്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഇതൊന്നും ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇല്ല, ഈ സമരം വളരെ ഫണ്ടമെന്റൽ വിഷയമാണ്. ആളുകളുടെ ടച്ചിങ് ലൈഫ്സ് അല്ലേ? എത്ര പേരാണ്? 22 ലക്ഷം കുട്ടികളുടെയാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർ അവതാളത്തിലായത്. വീണ്ടും അവർക്ക് പരീക്ഷ എഴുതേണ്ടി വന്നില്ലേ? CBSE പരീക്ഷകൾ. അങ്ങനെ മൊത്തം ഇന്ന് രാഹുൽ ഗാന്ധി ഒരു കണക്ക് പറഞ്ഞു, അതൊരു പക്ഷേ ഊതിപ്പെരുപ്പിച്ചൊരു കണക്കായിരിക്കാം. ഏതാണ്ട് 7 കോടി യുവാക്കളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 152 പ്രാവശ്യമാണ് ചോദ്യപേപ്പർ ചെറുതും വലുതുമായ ചോദ്യപേപ്പർ ചോർന്നത്. അതിന് മുൻപും ചോർന്നിട്ടുണ്ടാകും. ശ്രീ ഷാബു പ്രസാദ് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയും. കാരണം കോൺഗ്രസ് ഭരണകാലത്തും, അതായത് UPA ഭരണകാലത്തും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഇത് പുതുമയൊന്നുമല്ല. പക്ഷേ എണ്ണി ഈ 152 എണ്ണത്തിനെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ അതിൽ ഗൗരവമാർന്ന പല ചോർച്ചയും സംഭവിക്കുന്നു. അപ്പോൾ സിസ്റ്റം ഫെയിലിയർ അവിടെ സംഭവിക്കുന്നു.
ഒരു വലിയ ഒരു വിശ്വാസ തകർച്ച അവിടെ സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യാൻ ഒക്കുന്നത്? അതിന് തലപ്പത്തുള്ള വിദ്യാഭ്യാസ മന്ത്രിയെങ്കിൽ, പ്രധാനമന്ത്രി രാജിവെക്കേണ്ട, വിദ്യാഭ്യാസ മന്ത്രിയെങ്കിലും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കേണ്ടതാണ്. അതൊരു ഫണ്ടമെൻ്റൽ വിഷയമാണ്. വിശ്വാസ തകർച്ച ഉണ്ടെങ്കിൽ അന്വേഷണം നടത്താം, 13 പേരെ കുറ്റക്കാരായി കണ്ടെത്തി നടപടികളിലേക്ക് നീങ്ങി. അത് സ്വാഗതാർഹമായ കാര്യമാണ്. അതുകൊണ്ട് മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല. അതിന് പ്രായശ്ചിത്തം ഉണ്ടാകണം. വിദ്യാഭ്യാസ മന്ത്രി രാജി ന്യായമായ ആവശ്യമാണ്, ഫണ്ടമെൻ്റൽ വിഷയമാണ്. ഉന്നയിക്കുന്നത് ആരാണ്? രാജ്യവിരുദ്ധ ശക്തികളല്ല, ജെനുവിൻ യങ്സ്റ്റേഴ്സാണ്. അവിടെ വന്ന ആരും തന്നെ രാജ്യവിരുദ്ധ ശക്തികളാണ് എന്ന രീതിയിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഈ ജെൻസി സ്വന്തം ആളുകളാണ്. അവരെക്കുറിച്ച് നിങ്ങൾ പാകിസ്ഥാൻ ജാന്മാരാണ്, നിങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്ന ചില ഛിദ്രശക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് ചിലരെല്ലാം നുഴഞ്ഞു കയറും. ആ സാധ്യത തള്ളിക്കളയാനാവില്ല കേട്ടോ. ബംഗ്ലാദേശിലൊക്കെ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേഡർ നുഴഞ്ഞു കയറിയത് നമുക്കറിയാം. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന ജൈവികമായ മുന്നേറ്റത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഡർ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി ഭരണമാറ്റം വരെ ഉണ്ടാക്കിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതുപോലെ അല്ല ഇത്. ആ രീതിയിൽ ബംഗ്ലാദേശിൻ്റെയോ നേപ്പാളിൻ്റെയോ ഉദാഹരണം പറഞ്ഞുകൊണ്ട് സമാനമായ രീതിയിലാണ് ഈ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എൻ്റെ സുചിന്തിതമായ അഭിപ്രായം ജൈവികമായി ഉണ്ടായ ജൻസിയുടെ ഒരു പ്രകടനമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ. യെസ്, പറഞ്ഞോളൂ. ഈ ജൻസി പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ ഇവർ ധാരാളം ഇതിന്റെ ഭാഗമായി നിന്നവർ പറഞ്ഞ ഉദാഹരണങ്ങൾ ഏതാണെന്നറിയോ? നേപ്പാളും ബംഗ്ലാദേശുമാണ്. എന്താണ് നേപ്പാളിൽ സംഭവിച്ചത്, എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്, അത് തന്നെ ഇവിടെ സംഭവിക്കും എന്നാണ് ഇവർ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്ത സന്ദേശം. അല്ല, അങ്ങനെയാണെങ്കിൽ ക്ലിയർ മെസ്സേജ് അതായിരുന്നു. അല്ല ശ്രീ ഷാബു, അതിന്റെ വളരെ ക്ലിയർ. ശ്രീ ഷാബു, അതായത് ഏനാതാറിലെ വെള്ളം വറ്റി പോവുകയും അക്കരെ നിൽക്കുന്ന നായ്ക്ക് ദുർബുദ്ധി തോന്നുകയും ചെയ്തു തുടലഴിഞ്ഞു പോയാൽ വന്ന് കടിക്കും എന്ന് പറയുന്ന പോലല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. ഇവിടെ അതുകൊണ്ടാണ് സുരക്ഷാ സന്നദ്ധ പൂച്ച പുറത്ത് ചാടിയത് കണ്ടോ സാർ? ഇവിടെ സംഭവിച്ചുകൂടായി. അതുകൊണ്ടാണ് സുരക്ഷാ ഏജൻസികളുള്ളത്. കറക്റ്റാണ്. രാജിവെക്കണമെങ്കിൽ കൃത്യമായി നേപ്പാളിലും ബംഗ്ലാദേശിലും സംഭവിച്ചത് ഇവിടെയും സംഭവിക്കട്ടെ എന്നത് വളരെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞു. ഇനി ഇതിന്റെ സംശയം വേണ്ടത് അങ്ങനെ സംശയിക്കുന്നതിലല്ല കാര്യം. അതിന് സുരക്ഷാ സംവിധാനമുണ്ട്. സംഭവിച്ചത് ഡൽഹിയിലും സംഭവിക്കണം എന്ന് മാധ്യമങ്ങളിൽ കൂടെ തുറന്നു പറഞ്ഞതിനെ നമ്മൾ ഏത് വാക്കുകൾ ഉപയോഗിച്ചു ഇതാകണം? ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കട്ടെ എന്ന ആഗ്രഹം. അല്ല, നമ്മുടെ സുരക്ഷാ ഏജൻസികൾ എന്തിനാണ് ശ്രീ ഷാബു? നമുക്ക് സുരക്ഷാ സംവിധാനങ്ങളില്ലേ? നമുക്ക് ഇന്റലിജൻസ് ഏജൻസികളില്ലേ? നേപ്പാളിലെ ബംഗ്ലാദേശിയെ പോലെയുള്ള ഏജൻസികളാണോ ഇന്ത്യയിലുള്ളത്? ആ ഏജൻസികൾ കണ്ടെത്താനാവാത്ത നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ? അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവരുടെ ഇന്റൻഷനാണെന്ന് പറഞ്ഞത്. ബംഗ്ലാദേശിൽ അമേരിക്കയുടെ അട്ടിമറിയാണ് നടന്നത്. ബംഗ്ലാദേശിൽ നടന്നത് അമേരിക്കയുടെ അട്ടിമറിയാണ്. അതേപോലെയുള്ള വൈദേശിക അട്ടിമറി ഇന്ത്യയിലും സംഭവിക്കട്ടെ എന്ന് ഈ സിബി സത്യനെ പോലെയുള്ളവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ പേരാണ് രാജ്യദ്രോഹം. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാവുമോ ഈ അടിച്ചമർത്തലുണ്ടായത്, ഈ സമരത്തെ അടിച്ചമർത്തുവാനുള്ള നീക്കമുണ്ടായത്? ഒരു സർക്കാർ രാജിവെക്കുന്നത് എങ്ങനെയാണ് അട്ടിമറിയാവുന്നത്? സാറൊന്ന് പറഞ്ഞേ. ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയും അതുപോലുള്ള സംവിധാനങ്ങളോ പകരം നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് അക്രമം നടത്തിയാൽ, സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടത്തിയാൽ, നിയമവിരുദ്ധമായി ഹൈ സെക്യൂരിറ്റി സോണിൽ അക്രമം കാണിച്ചാൽ നിരവധി സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ജനകീയ പ്രക്ഷോഭത്തെ സർക്കാർ രാജിവെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന സർക്കാർ രാജിവെച്ചത് വിമോചന സമരത്തെ തുടർന്നാണ്, ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് അവർ രാജിവെച്ചത്.
അതിനർത്ഥം ജനകീയ പ്രക്ഷോഭം മൂലം രാജിവെച്ച് കഴിഞ്ഞാൽ ഉടനെ വിദേശ രാജ്യം ഇറങ്ങണമെന്നാണോ? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ജനകീയ പ്രക്ഷോഭം ഒരു ജനവിരുദ്ധ സർക്കാരിനെതിരെ നടന്നു കഴിഞ്ഞാൽ അതിനെ തുടരാനുള്ള ലോക്കൽ സ്റ്റാൻഡ് നഷ്ടപ്പെട്ടാൽ അവർ രാജിവെക്കണം. അതിനർത്ഥം അട്ടിമറി എന്നല്ല. ശരി, അങ്ങനെ കാര്യം വന്നുകൊണ്ടാണ് താങ്കൾ ഉദ്ദേശിച്ചത് ബംഗ്ലാദേശിലും നേപ്പാളിലും സംഭവിച്ചതിന് തുല്യമായ രീതിയിൽ രാജ്യത്തും ഉണ്ടാകണം എന്നുള്ളതാണോ ശരി? ഉദ്ദേശിച്ചത് ഈ ജൻസി പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് രാജിവെക്കുകയാണെങ്കിൽ അതിലൊരു തെറ്റുമില്ല. കാരണം ഈ സർക്കാർ ഈ ജനങ്ങളോട് കാണിച്ച ഇത്തരത്തിലുള്ള മൊത്തത്തിലുള്ള ഉത്തരവാദിത്വമില്ലായ്മയ്ക്ക്, സിസ്റ്റമിക് ഫെയിലിയറിന്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിക്ക് അവർ രാജിവെക്കേണ്ടി വന്നാൽ രാജിവെക്കണം. അതിനെന്താണ് തെറ്റ്? ഭരണമാറ്റത്തിൽ എന്താണ് തെറ്റ്? അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിക്കുള്ള ഇതിന് ഉത്തരവാദിത്വം രാജിവെക്കുന്നതിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട ജന്മങ്ങളെയാണ് ദേശദ്രോഹി. ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യപരമായ സമരത്തിൽ ഒരു സർക്കാർ രാജിവെക്കുന്നതിൽ താങ്കൾ ഇത്രയും രോഷം കൊള്ളുന്ന കാര്യം എന്താണ് മിസ്റ്റർ ഷാഹു പ്രസാദ്? നിങ്ങൾ ഇതിനാൽ ഇത്രയും രോഷം കൊള്ളുന്നത്? ജനാധിപത്യത്തിൽ പരാജയപ്പെടുന്ന ഒരു സർക്കാർ രാജിവെക്കണമെന്നേ, അവർക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റിയില്ലേ രാജിവെക്കണമെന്നേ. അതിനെന്താ തെറ്റ്? അതിനെന്താ തെറ്റ്? നിങ്ങൾ പറഞ്ഞത് ബംഗ്ലാദേശിലെ പോലെ വൈകുന്നേരം വരെ ഈ സമരത്തിൽ പോകുന്ന പിള്ളേർക്ക് ചപ്പാത്തി പൊതിഞ്ഞു കൊടുത്തത് ചൈനയാണെന്നും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വൈകുന്നേരം ചായ കൊടുത്തത് പാകിസ്ഥാനാണെന്നും ഒക്കെയുള്ള ഡയലോഗുകളൊക്കെ സ്ഥിരം അടിച്ച് ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു സാറേ. ഇപ്പൊ ജനങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ആ പൊളിറ്റിക്കൽ എന്താ പറയാ, ആൾക്കാരെ ടെറിഫൈ ചെയ്യുന്ന പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞു. ഈ പറഞ്ഞ 17, 18 വയസ്സുള്ള കുട്ടികളാണ് തെരുവിലിറങ്ങിയത്. അവരുടെ മാതാപിതാക്കളാണ് അവരുടെ കൂടെ ഉള്ളത്, അവരുടെ ബന്ധുക്കളാണ് അവരുടെ കൂടെ ഉള്ളത്. ഇവരൊക്കെ കാലങ്ങളായിട്ട് BJPക്ക് വോട്ട് ചെയ്ത അർബൻ യൂത്താണ് നോർത്ത് ഇന്ത്യയിലെ. മനസ്സിലായോ? അവരാണ് നിങ്ങൾക്ക് പുറത്തിറങ്ങിയിരിക്കുന്നത്. 100% ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിനും ശരി ഷാബു, ശരി സിബി സത്യൻ, ശ്രീ മോഹൻ ബഗീസ്, ഈ രണ്ടുപേരിൽ ആരുടെ നിലപാടിനോടാണ് താങ്കൾ യോജിക്കുന്നത്? ഇവിടെ ഈ ബംഗ്ലാദേശിനും അതുപോലെ തന്നെ നേപ്പാളിലും സമാനമായ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സിബിയുടെ വാദത്തോട് താങ്കൾ യോജിക്കുന്നു? ഒരു പ്രക്ഷോഭം, ഞാൻ പറഞ്ഞത് ഈ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് ഒരു സർക്കാർ രാജിവെക്കുന്നെങ്കിൽ രാജിവെക്കണം. അല്ലാതെ അവിടെ നടന്നതുപോലെ സൈനിക അട്ടിമറി നടക്കണം എന്നുള്ളതല്ല. ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും അതുപോലെ നേപ്പാളിന്റെയും സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ. ബംഗ്ലാദേശിൽ റിസർവേഷനായിരുന്നു വിഷയം, പിന്നെ ശ്രീലങ്കയിൽ കംപ്ലീറ്റ് അഴിമതിയും അരാജകത്വമായിരുന്നു വിഷയം, ഭരണ സ്ഥിരത ഇല്ലായ്മയായിരുന്നു വിഷയം, നേപ്പാളിൽ മറ്റു ചില വിഷയങ്ങളാണ്. ഇതൊന്നും ആ രീതിയിൽ ജൻസി പ്രക്ഷോഭങ്ങളായിരുന്നില്ല. ഇത് പൂർണ്ണ അർത്ഥത്തിൽ ജൻസി പ്രക്ഷോഭമാണ്. നേപ്പാളിൽ ഒരു പരിധിവരെ ജൻസി പ്രക്ഷോഭമായിരുന്നു. ഈ ജൻസികൾ ഉയർത്തിയ ഡിമാൻഡ് എന്താണ്? അഴിമതിക്കെതിരെയല്ല, കൃത്യമായ അഴിമതിക്കെതിരെയല്ല, മറിച്ച് സിസ്റ്റം ഫെയിലിയറിനെതിരെയാണ്. റീഇൻസ്റ്റേറ്റിംഗ് ദ സിസ്റ്റം, അല്ലെങ്കിൽ ട്രാക്ക് വിട്ടുപോയ സിസ്റ്റത്തെ ട്രാക്കിലാക്കണമെന്ന് പറയുന്നത് രാജ്യദ്രോഹമാണോ? എൻ്റെ അഭിപ്രായത്തിലല്ല. അവർ രാജ്യസ്നേഹികളാണ്. അവർ അട്ടിമറിക്ക് വേണ്ടി അല്ല ശ്രമിച്ചത്. അവർ സിസ്റ്റത്തെ റിഫൈൻ ചെയ്തെടുക്കണം, റിഫോം ചെയ്തെടുക്കണം, പരിഷ്കരിച്ചെടുക്കണം. അത് മാത്രമല്ല, ഒരു പാളിച്ച പറ്റി. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്ക് ബാഹ്യമായ സപ്പോർട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ ലഭിക്കുന്നു എന്നല്ല, ലഭിക്കും. ബംഗ്ലാദേശിൽ ഇതുപോലെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തെളിവും ഇപ്പോഴില്ല. അങ്ങനെ ഉണ്ടായാൽ അത് സുരക്ഷാ ഏജൻസികൾ അത് നോക്കും. അത്രയ്ക്ക് ശക്തമാണ് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം, രഹസ്യാന്വേഷണ സംവിധാനം. പോലീസിനെയൊക്കെ മറിച്ചിട്ട് ആർക്കാണ് അട്ടിമറിക്കാൻ സാധിക്കുക? അപ്പൊ ഈ നറേറ്റീവിന്റെ ആവശ്യം തന്നെ എന്താണ്? ശരി, ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ ഫോഴ്സ് നന്ദി. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഡൽഹി സമരം കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടമാകുമോ? രാഷ്ട്രീയ നേട്ടം ആകും എന്ന് 67% പ്രേക്ഷകർ, ഇല്ല എന്ന് 30%. രണ്ടുപേർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.